അമ്മൂമ്മ നിന്നോടേ ഞാൻ പിറവത്ത് കൃഷി ഓഫീസിലൊന്ന് പോകാൻ പറഞ്ഞായിരുന്നോ? അപ്പൊ നീ എന്താ പറഞ്ഞേ? നിനക്ക് ഭയങ്കര ടെൻഷനാണ്, നിനക്ക് തിരക്കാണ് എന്നൊക്കെ. ഇപ്പൊ നിനക്ക് ഒരു തിരക്കുമല്ലോ, ഇവിടെ ഇങ്ങനെ 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 കിടക്കുവാണല്ലോ. അമ്മൂമ്മ എവിടെ വേണമെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഞാൻ പൊക്കോളാം. കൃഷി ഓഫീസിൽ നാളെ പോവാം, പ്രശ്നം കഴിഞ്ഞല്ല. നിന്നെ വളർത്തി ഇവിടെ എല്ലാവരുടെ വഷളാക്കി വെച്ചേക്കുവാ. നീ ആയിരുന്നു ആകെ ഒരു പ്രതീക്ഷ, അതും പോയി കിട്ടി. പ്രതീക്ഷ ഇല്ലെങ്കിൽ വേണ്ട, പ്രശ്നം കഴിഞ്ഞല്ല. അമ്മൂമ്മ ഒന്ന് പോയേ. ഒറ്റ എണ്ണം വെച്ചോണ്ട് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്നാ വല്ല പറഞ്ഞു പോകും. അങ്ങോട്ട് എന്തോന്നമ്മ, എന്തിനാണ് ഇത്ര സ്ട്രെസ് എടുത്ത് സംസാരിക്കണേ? വല്ല പ്രഷറും കേറും. എന്തെങ്കിലും കേറി അങ്ങ് പോയാ മതിയായിരുന്നു, ഒന്നും കാണും കേൾക്കും വേണ്ടല്ലോ. എന്തോ പ്രശ്നം? അമ്മ ആരും സമാനപ്പെട്. ഇപ്പഴേ അമ്മായി പറഞ്ഞ പോലെ വെറുതെ സ്ട്രെസ് എടുത്ത് ഇല്ലാത്ത അസുഖമൊന്നും വരുത്തിക്കാൻ നിൽക്കല്ലേ. ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞേക്കാം, ഇവിടെ പാറുവിന്റെ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളവരാരും ആരുടെയും കാര്യത്തിൽ ചുമ്മാ ഇടപെടാൻ നിൽക്കണ്ട. ആരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഇവിടെ ദൈവം സഹായിച്ച് ഒരു കുറവില്ലാണ്ടെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ദൈവത്തിനോട് നന്ദി പറ. അത് മോൻ പറഞ്ഞത് സത്യമാ. ഇവിടെ എല്ലാം കുറച്ച് കൂടിപ്പോയി, അതാ ഇവിടുത്തെ കുറവ്. என்னம்மா இது? உங்களுக்கு நல்லது சொன்னாலும் எப்படி சொன்னாலும் புரியவே புரியாது. சித்து உங்களோட நல்லதுக்கு தானே சொல்றான். ഓഹോ, ഇപ്പൊ എല്ലാരും കൂടെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുവാന്നു. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അമ്മൂമ്മക്ക് ഞങ്ങളെ ഉപദേശിക്കാം, പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യം അമ്മൂമ്മക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അമ്മൂമ്മ നമ്മളെടുത്ത് ദേഷ്യപ്പെടും. നീയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഉപദേശിക്കാൻ. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ ഒന്നും മിണ്ടാൻ വരുന്നില്ല. കേശുവാണ് ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. തന്നെ ഞാൻ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത്. എവിടെ അമ്മയെ ഞാൻ വെല്ലം വിളിച്ചാൻ പറയും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് നന്നായി കൂടറാ. അവൻ ആരടുത്ത് ബഹുമാനവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. എന്ത് നമ്മളെ പറഞ്ഞാ മതിയല്ല. பாவம் கௌரி, அவளுக்கு ரொம்ப வருத்தம் இருக்கு. ചേട്ടൻ എല്ലാവരെയും കൊണ്ട് വെറുപ്പിക്കാൻ നോക്കുവാണോ? മൊത്തത്തിൽ നീ ഒരു വള്ളിയാണല്ലോ അളിയാ, വള്ളി. അത് തന്നെ. ശരിയാവില്ല. അളിയാ എന്താണെന്ന് എന്താണ് ഒരു ടെൻഷൻ പോലെ? എന്തുണ്ടേലും നീ എന്റെ അടുത്ത് കാര്യം പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒട്ടും ഓക്കെ അല്ലല്ലോ നീ. എന്താടാ അളയാ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ടെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കണ്ടേ? ഇപ്പൊ അളയും ചോദിച്ച പോലെ സ്നേഹത്തോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറുപടി പറയും, ഇല്ലേ? അല്ല പിന്നെ നേരത്തെ അമ്മൂമ്മ ചോദിച്ചു പോലെ ഒരുമാതിരി കടിച്ചേറി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലേ മറുപടി കൊടുക്കുള്ളൂ. എടാ, അത് ഈ ഓരോരുത്തരും ഡീൽ ചെയ്യുന്ന ഓരോ രീതിക്കല്ലേ. എടാ, അമ്മൂമ്മയ്ക്കൊക്കെ നല്ല പ്രായമില്ലേടാ, അപ്പൊ അവരെ ഡീൽ ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. അമ്മൂമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷ എനിക്കില്ല. പിന്നെ കാര്യങ്ങളൊന്നും നിന്റെ അടുത്ത് തെളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നീ എല്ലാം തികഞ്ഞാനല്ലേ. അല്ലല്ല, എന്താണ് പ്രശ്നം? പറഞ്ഞോ. അല്ല, നേരത്തെ സംസാരിച്ചപ്പോഴളിയാ ബാക്കിയൊക്കെ അങ്ങ് പോട്ടെന്ന് വയ്ക്ക. അമ്മായി എടുത്തേ എന്തോ പറഞ്ഞത് എനിക്ക് വേണം. അമ്മായിക്ക് സങ്കടമായെന്ന് ഡൗട്ട്. അതെ, അമ്മായി ഒന്ന് വിളിക്കൂ. അമ്മായിനെ ഞാൻ വിളിക്കാം, പക്ഷെ നേരത്തെ പോലെ വഴക്കാവരുത്. അല്ലെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. മാത്രല്ല ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മായി വരാൻ പോണില്ല, വന്നാലും ഉടക്കാൻ നിൽക്കും. അല്ലെ, ഓക്കെ, വെയിറ്റ്. എന്തോ എന്ത് സിദ്ധു? അവരിങ്ങോട്ട് ഞാൻ വരൂല. അമ്മായി, സംഭവം എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാലേ, അത് ഒന്നാമത് ഞാൻ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞപ്പോ ചെറുതായിട്ട് കടുത്തു പോയതാണ്.
അതിപ്പോ നമ്മൾ അത്ര വലിയ കാര്യം എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കണം? അടി ഉണ്ടാക്കുന്ന ഇപ്പൊ ഇവിടെ ഒരു സ്ഥിരം ജോലിയാണല്ലോ. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചാ ഓർഡർ ചെയ്യും? വിളിച്ചിട്ടാണ് ഇവിടെ എല്ലാരും വരുന്നേ. എന്റെ പൊന്നുമക്കളൊന്നും മിണ്ടാതിരിക്കൂ. ഉണ്ടായിരിക്കാം. അമ്മായി സോറി. സാരില്ലടാ, പോട്ട്. ഈ കൊച്ചിറക്കനല്ലേ, നിനക്ക് വിവരമില്ലെന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചോളാം. കണ്ടാ കണ്ടാ, കൊച്ചിറക്കല്ലേ വിവരമില്ലെന്ന് വിചാരിച്ചോളാം. ഇതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാൻ വരാത്തത്. അമ്മായി നീ വലിയിറക്കനാ. എന്താ എന്റെ പ്രശ്നം? നീ കാര്യം പറ. എവിടെന്നോ വേഷ കിട്ടിക്കാണും. അതിന് കുറച്ച് പുളിക്കും. എവന്റെ വിചാരം എവൻ വലിയ സംഭവമാണെന്നാണ്. എന്നെ തല്ലണം. എന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് അവിടെ ഇരുന്ന അമ്മായിയെ വിളിച്ചു വരുത്തി ഞാൻ സോറി പറയാൻ നിന്നു. എന്നെ തല്ലണം. അല്ലട്ടെ, എടാ നീ കാര്യം എന്താണെന്ന് പറ. ഇന്ന് എന്റെ റിസൾട്ട് വരും. അയ്യോ, റിസൾട്ട് വരാൻ പോവാണോ? അപ്പൊ ഇന്ന് എല്ലാവർക്കും മുട്ടക്കറിയായിരിക്കും. എന്ത്? ചേട്ടൻ എന്തായാലും തോക്കുമല്ലോ, അപ്പൊ കൊറേ മുട്ടയൊക്കെ കൊണ്ടുവരുമല്ലോ. ഈ സമയത്ത് ഇങ്ങനത്തെ ഫണ്ണൊന്നും അടിക്കില്ല. പാറു മക്കളെ ഉരുകി തീന്നു ഞാൻ. കേശു, റിസൾട്ട് ഓൺലൈനിൽ നോക്കാൻ പറ്റുമല്ലോ. എത്ര മണിക്ക് പറഞ്ഞു? അത് രാവിലെ 10 മണിയായിരുന്നു പറഞ്ഞിരുന്നേ. ഇപ്പൊ 2 മണി പറയണം. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു രാവിലെ മുതൽ. അളിയാ എടാ എന്തിനാണ് നീ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അന്ന് എക്സാം കഴിഞ്ഞ് വന്നപ്പോ നീ നല്ല രീതിയിൽ എല്ലാം അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാണല്ലോ. അല്ലടയാ, എഴുതുകയൊക്കെ ചെയ്ത്, എന്നാലും ടെൻഷൻ കാണുമല്ലോ. പരീക്ഷയൊക്കെ എഴുതി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡയലോഗ് അടി ആയിരുന്നല്ല. റിസൾട്ട് വരുമ്പോ കാണാം. അളിയാ നീ മുങ്ങണ്ടി വരുവാ. ഇല്ലടയാ, അത്രയും ഇതേടൊന്നുമില്ല. എല്ലാം എഴുതി ഓക്കെയാണ്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി ചിലപ്പോ കുറഞ്ഞു പോയാലോ. മാർക്കെങ്ങാനും കുറഞ്ഞ അമ്മൂമ്മ ഇവനെ പഞ്ഞിക്കിടും. ചേട്ടാ, ഒന്നാമത് ചേട്ടന്റെ അടുത്ത് വിദ്യാസമ്പന്നനാണ്. അതും മലയാളം മെയിൻ. ഞാനേ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണ്. റിസൾട്ട് വന്നിട്ട് ഞാൻ വരാം. സകല ദൈവങ്ങളെയും വിളിച്ചോ. തോന്നില്ല ദൈവത്തിനെ വിളിക്കണേ. സാമ്പാദ്യ ദൈവം ബാധ്യതാണല്ലോ. 10th പ്ലസ് 2 അവന് ഫുൾ A+ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്തോ ഭയങ്കര ടെൻഷൻ അവന്. ഉഴപ്പാണെന്ന് അറിയാം, അതുകൊണ്ടായിരിക്കും. ആര് പറയണ? വിദ്യാസമ്പന്നയാ. നല്ല ചിരി. எல்லாரும் சாப்பிட்டு முடிச்சாச்சு. இனியும் கேசு வரவே இல்லை. என்னாச்சு இவனுக்கு? சாதாரணமா கரெக்ட் லஞ்ச் டைம்ல அவன் வருவான். என்னாச்சோ என்னோ. കേശവന് ഒളിവിൽ പോയെന്ന് തോന്നുന്നു. சித்து, கேசு கூப்பிட்டானா? நான் கூப்பிட்டேன் கேசுவ. அப்ப அவன் சொன்னா சீக்கிரம் வரேன்னு. ஆனா அவனோட வாய்ஸ்ல ஒரு பதர்ச்சி இருந்தது. இன்னைக்கு அவனோட ரிசல்ட் வர நாள் தானே. இந்த ரெஜிஸ்டர் நம்பர் இருந்துன்னா நம்ம சைட்ல ஏறி பார்க்கலாமா இருந்தது. சிது, உனக்கு நைட்டு சாப்பிடுறதுக்கு முட்டைக்கறியும் சப்பாத்தியும் போதுமா? ആന്റി എന്താ ആന്റി ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണേ? കഴിച്ചതേ ആദ്യം ദഹിക്കട്ടെ, എന്നിട്ട് ചിന്തിക്കാം ഭക്ഷണത്തിന്റെ കാര്യം കേട്ടാ. നമ്മുടെ ഭക്ഷണകാരിയല്ലേ ആന്റിയുള്ള ലോകം. நம்ம என்ன செய்யறோமோ அது ஆத்மார்த்தமா நம்ம செய்யணும். அப்பதான் அது உருப்படும். அப்படிதானே சித்து? അത് കനകാന്റി പറഞ്ഞത് കറക്റ്റ് പോയി. എന്ത് പോയിന്റിന്റെ കാര്യാ പറയുന്നേ? ஐயோ சித்து சொல்லாதப்பா. நான் என்ன பாயிண்ட் சொன்னோமோ அதுக்கு கரெக்டா எதிரால இவங்க சொல்லுவாங்க. சொல்லாதப்பா. പടകാലത്തായിരുന്നപ്പോ അയൽവക്കക്കാരെയും പണിക്കാരെയൊക്കെ അമ്മൂമ്മ കുറ്റം പറയായിരുന്നു. ഇപ്പൊ കുറ്റം പറയാൻ ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് കനയാൻ്റെ കരയില്ല മൊത്തം. அது பாரு சொன்னது கரெக்ட் பாயிண்ட். அதனால இப்ப எனக்கு ரொம்ப தலைவலி. അമ്മച്ചി എന്തുവാ കാലം നീട്ടിയിട്ടിരുന്ന അവിടുന്ന് വിളമ്പുന്നത്? പണ്ടേ ചോനറത്തല ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, കൊച്ചമ്പണി അമ്മൂമ്മ. ഇതേപോലായിരുന്നു. ഒരു മുറുക്കാൻ ചെല്ലം എടുത്ത് കട്ടിലേ വെക്കും, എന്നിട്ട് കാലും നീട്ടി അങ്ങിരിക്കും. എന്നിട്ട് മുറുക്കാനും മുറുക്കിക്കൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തം കുറ്റം പറയുന്ന ജോലിയായിരുന്നു. അതുപോലെ ഇപ്പൊ പാറു അമ്മച്ചി. ചോനർത്തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വെക്കേഷൻ അമ്മൂമ്മ പറഞ്ഞായിരുന്നല്ലോ ചോനർത്തലെ കൊണ്ടുപോവാന്ന്. എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ. பாரு, அவதி கிடைச்சுன்னா அம்மா வந்து அங்க போனோம் இங்க போனோம் எல்லாம் சொல்லுவாங்க. ஆனா எங்கேயும் போக மாட்டாங்க. பின்ன போனா പടവലത്തില மட்டும்தான் പോവാങ്ക. ഞാൻ നിന്റെ കൂടെ മധുര വരണോന്ന് വിചാരിച്ചിരുന്ന. ഇനി ഞാൻ വരത്തില്ല. அது எனக்கு தெரியும் அம்மா. நீங்க ஏதாவது ஒரு காரணம் சொல்லி மதுரைக்கு வர மாட்டீங்கன்னு.
റിസൾട്ട് വന്നേട്ടാ. கேசு நீ ஜெயிச்சிட்டியாப்பா? എടാ എന്താ നീ ഒന്നും മിണ്ടാത്തേ? എന്തായി? ജയിച്ചു കാണും. കുറച്ച് മാർക്കേ കിട്ടിക്കാണത്തുള്ളൂ. ആണേട്ടാ? എടാ നീ എന്തോ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുന്നേ? മലയാളം പഠിച്ച് വലിയ സാഹിത്യകാരനും വലിയ കൃഷിക്കാരനും ആവുന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ടിപ്പോ താൻ തലയും കുമ്പിട്ടിരിക്കുന്നു. എന്തോന്നടാ? മാർക്ക് പറയുമ്പോ മാനസല തെറ്റിയാ. എന്താ അടിച്ച് മക്കളെ അടിച്ച്. കേശുവിന് യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക്. ഇവന്റെ കാര്യമുണ്ട്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞാൻ എന്റെ ഫ്രണ്ട്സും 6 തവണ ചെക്ക് ചെയ്തതാണ്. ആണോ? കൺഫേം. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അമ്മൂമ്മക്ക് സന്തോഷമായി മോനെ, അമ്മൂമ്മക്ക് സന്തോഷമായി. ഇനി അമ്മൂമ്മയുടെ ഉയരങ്ങെടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വളം ഒന്ന് ഊരി കൊടുക്കും. വേണ്ട 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 മുമ്പ. ഹലോ അപ്പൊ എങ്ങനാ? അടിച്ചു പൊളിക്കുമല്ലേ? എന്തായാലും ലച്ചുവിനെയും ശിവയൊക്കെ അറിയിക്കണ്ടേ? പിന്നെ ആ എല്ലാരെയും വിളിക്കണം. ആ സംഭവമൊക്കെ ഓക്കെ, എല്ലാരെയും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ ഞാൻ ഫസ്റ്റ് റാങ്കിന് വേണ്ടിയാണല്ലോ ഉന്നം വെച്ചത്. സെക്കൻഡ് റാങ്കേ കിട്ടിയുള്ളൂ, അത് കുഴപ്പമില്ല, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഈ ആരവൊന്നും വേണ്ട, അംഗീകാരവും വേണ്ട. എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് അവരിങ്ങനെ അങ്ങ് പോയാൽ മതി. നമുക്ക് നോർമൽ ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. നോർമൽ. ആരോ വന്നു. നോക്കടാ പോയി. വാ നോക്കാം. ആരാ? ആരാ? അയ്യോ ആരാണ്? ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ചാനലിന്റെ ആളുകളാണ്. എന്തു പറ്റി ഇങ്ങോട്ടൊക്കെ? ഈ വീട്ടിലെ പയ്യന് റാങ്ക് കിട്ടിയെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. റാങ്ക് കിട്ടിയതേ എന്റെ അളിയനാ. എന്റെ കൊച്ചുമോനാ. എന്റെ മരുമോനോ? എന്റെ ചേട്ടനാ. അയ്യോ, എന്നോട് കേസ്. സംഭവേ മിക്കവാറും ഇത് നിങ്ങളെ വിളിച്ച് പറഞ്ഞത് എന്റെ ഫ്രണ്ട്സും പിള്ളേരും എല്ലാം ആയിരിക്കും. ഞാൻ അവന്മാരടുത്ത് പറഞ്ഞാണ് വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ലാന്ന്. അവന്മാര് കേക്കണ്ടേ അമ്മൂമ്മ? പിന്നെ BA മലയാളം സെക്കൻഡ് റാങ്ക് കിട്ടിയത് എനിക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇന്റർവ്യൂവോ ബൈറ്റോ എന്തൊക്കെയാണെന്ന് വെച്ചെടുത്തിട്ട് പൊക്കോ. അല്ല, ഞങ്ങൾക്ക് ഇത് അത്ര നിർബന്ധമുള്ള വാർത്തയൊന്നുമല്ല. പിന്നെ ഈ റാങ്ക് പഠിത്തം എന്നൊക്കെ പറയുമ്പോ അത്ര വലിയ വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതൊന്നും പറയാൻ പറ്റൂല. ഇന്റർവ്യൂ എടുക്കണം, എല്ലാവരും അറിയിക്കണം. ശരി, ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എടുക്കാം. അതേ എടുത്തോളൂ. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കും നിങ്ങളെ വിളിച്ച് ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്തല്ലേ അളിയാ? ആയിരിക്കും. അപ്പം നോക്കൂ ചേട്ടാ, ഈ റാങ്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കുണ്ടാവുന്ന അറിവ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം മാത്രമല്ല, വിദ്യകൾ പല പല വിദ്യകൾ അഭ്യസിക്കുക എന്നുള്ള ഒരു ഘടകം കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിലാണ് ആദ്യത്തെ നമ്മുടെ ഒരു മോട്ടീവ് ഇരിക്കുന്നത്. അവർക്ക് വേറെ പണിയുണ്ട്, അവർക്ക് താല്പര്യമില്ലാത്ത പോലെ. നീ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ TV കാണിക്കും. രണ്ടു വാക്ക് പറ. അത്രയും കൂടെ പോകണം. അത്ര മതി. ഓക്കെ എന്റെ അളിയന്റെ ഒരു വിലപിടിപ്പുള്ള ഒരു അഡ്വൈസ് കാരണം ഞാൻ ചുരുക്കാം. ഓക്കെ, നിങ്ങൾ എടുത്തോളൂ 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 എടുത്തോളൂ. എന്താളിയാ ക്യാമറ കിട്ടണ്ടാ? എന്നെ കിട്ടൂല. നമസ്കാരം, ഞാൻ കേശു, BA മലയാളം പഠനത്തിന്. എനിക്ക് ചേട്ടാ ഈ 3 മാസത്തോട് നോക്കാൻ പാടും. 3 ഒരു സ്ഥലത്ത് നോക്കൂ. ഇല്ല ശരി ഓക്കെ. എന്റെ ഈ BA മലയാള പഠനത്തിന് എന്റെ ഭാഷ എടാ ഭാഷയല്ല ഭാഷ. എന്റെ ഭാഷ, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ ഞാൻ കാണിച്ച എന്റെ നൈപുണ്യത്തിന് സർവകലാശാല ഒരു തലോടൽ അഥവാ ഒരു അംഗീകാരം എന്ന രീതിയിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ
രണ്ടാം സ്ഥാനം അഥവാ ഈ രണ്ടാം പദവി അഥവാ ഈ രണ്ടാം വരിയിലേക്കുള്ള എന്നെ പരിഗണിച്ചതിനുള്ള എടാ പരിഗണിക്കുന്നോ നീ ഇത് അവാർഡ് തന്നോ നിനക്ക് എന്ന് എഴുതി മേടിച്ചില്ലടാ. കുഴപ്പമൊന്നുമില്ല, ഫ്ലോയിലങ്ങ് പോട്ട് വിട്ടുപിടി. ഇങ്ങനെ ഈ പരിഗണിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. അതോടുകൂടി എന്റെ കുലീനമായി കിടക്കട്ടെ നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ചേട്ടാ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ചേട്ടാ ഇപ്പൊ എന്ത് പറഞ്ഞു? ചേട്ടൻ കട്ട് ചെയ്ത സാധനം കട്ട് ചെയ്ത് ഓഫി ചേച്ചി. അണ്ണാ നിങ്ങളിപ്പോ പറഞ്ഞത് എനിക്ക് നേരെ സംസാരിക്കാൻ അറിഞ്ഞോളൂന്നല്ലേ? ഞാൻ ഇപ്പൊ എന്റെ മലയാള ഭാഷയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭാഷ എന്ന് പറഞ്ഞാലേ എനിക്ക് അത്ര വലിയ കാര്യമാണ്. ഭാഷയെ സ്നേഹിക്കുന്നവരാണ് ഞാൻ, അറിയോ? മലയാള ഭാഷ എന്ന് പറഞ്ഞ എന്റെ അമ്മയാണ്. നീ ഇങ്ങനെ ക്ഷുഭിതനാവാതെ ക്ഷമയോടെ സംസാരിക്കൂ. എങ്ങനെയാ ക്ഷമിക്കും? എന്റെ അമ്മയെ പറഞ്ഞ എനിക്ക് സഹിക്കുവോ? മലയാള ഭാഷ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ പൊന്നിയേട്ടാ ഞാൻ എടുത്ത് അങ്ങ് ഇട്ടാ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടാ ചേച്ചി. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതെ, ഒറ്റ ഒരു ബൈറ്റ് കൂടെ ഒന്ന് എടുക്കൂ പ്ലീസ്. ഒന്നുകൂടെ ചെറിയൊരു സാധനം ഇവിടെ ചേർത്താൻ വിട്ടാൽ മതി. എന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. நம்ம கேசு ரொம்ப நல்லா கவிதை எழுதுவான். கேசு நீ எழுதின கவிதை கொஞ்சம் பாடிக்கூடா. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര നിർബന്ധമാണെങ്കിലേ. നിർബന്ധമില്ലെന്നേ. എന്നാ വേണ്ട, അപ്പൊ അത്രയുള്ളു. താങ്ക് യു. നന്ദി. ഈ ഷൂട്ട് ചെയ്തൊക്കെ ഇന്ന് തന്നെ വരുമായിരിക്കുമല്ലോ അല്ലേ? ചാനലിന്റെ പേരെന്തുവാ? ചേട്ടന്റെ ചാനലിന്റെ പേര്? ചേട്ടന്റെയോ? അയ്യോ ഞങ്ങളുടെ ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ ഉള്ള ചാനലാ, കേട്ടിട്ടില്ലേ? തള്ള്. ഞാൻ കേട്ടിട്ടുണ്ട്. പാറമടയുടെ അഭിമാനമുത്തേ. ശിവന്മാരുടെ ഒരു കാര്യം. പാറമട കേശുവിന്റെ അഭിവാദ്യങ്ങൾ. പൊളിച്ചട, നീ നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനം. താങ്ക് യു. എന്തേരാ ഈ ഫോട്ടോ ഒപ്പ് എടുത്തടാ? നീയല്ലേ രാവിലെ എനിക്ക് അയച്ചത്. ഇതിനായിരുന്നു രാവിലെ ഫോട്ടോ ചോദിച്ചത്. അതെ. അയ്യോ ഇതൊക്കെ കുറച്ച് ഓവറില്ലേടാ. എന്തോന്ന് ഓവർ? ഒരു ഓവറും ഇല്ല. എന്നാ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ജംഗ്ഷനിൽ വല്ലതും വെച്ചാ? പിന്നെ ജംഗ്ഷൻ 2 കേറ്റി വെച്ചിരിക്കുന്നുണ്ട്. 2 രണ്ടെണ്ണം വെച്ചാ? യവന്മാരുടെ ഒരു കാര്യം. വേണ്ടെന്ന് പറഞ്ഞാ കേൾക്കില്ലേ നമ്മളെ പിള്ളേരാ. എനിക്ക് ഈ പ്രശസ്തിയിലൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ ചെയ്യല്ലേ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ഫോട്ടോ ചോദിക്കും, കൊടുക്കല്ലേ? കൊടുക്കണ്ട. നിന്നെ സമ്മതിക്കണം. റാങ്ക് മേടിച്ചാണോ? അല്ല, അതിനും സമ്മതിക്കണം. ഇപ്പോഴത്തെ കാലത്ത് സാധാരണ ചെറിയ എന്തെങ്കിലും വിഷയം കിട്ടിയാൽ മതി ലോകം മുഴുവൻ അറിയിക്കുന്ന സ്വയം പൊങ്ങിയുള്ള കാല. ഈ കാലത്ത് നിന്നെ പോലുള്ള ആൾക്കാര് നീ വലിയവരാണോ? വലിയവൻ. அதனாலதான் நான் எப்பவும் சொல்றது நம்ம கேசு சூப்பர் தான். കനാൻഡി ഇങ്ങനെ ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ദേവിയത് അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറയരുതെന്ന്. അതായത് നമ്മളൊക്കെ വെറും വട്ട പൂജയാണ്. ഈ ക്ഷണികമായ ജീവിതത്തിൽ നമ്മൾ നേടുന്നത് എന്തും വെറും തന്മാത്രയുടെ വലിപ്പം പോലും ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാല് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം. അതില് നമ്മൾ വെറും ഒരു അണു ബാക്ടീരിയ. അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഫ്ലെക്സ് ഒക്കെ എടുത്തോണ്ട് പോടാ. നീ ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാണോടാ? തന്നല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. നിനക്ക് സിംപ്ലിസിറ്റിയോടാ താല്പര്യം അല്ലേ? പിന്നല്ലേ, നമ്മളെ സിംപ്ലിസിറ്റിയുടെ ആളല്ലേ. അങ്ങനെയാണെങ്കിലേ മച്ചമ്മ ഒരു കാര്യം ചെയ്യും, ഈ ഫ്ലെക്സ് ഒക്കെ എടുത്തോണ്ട് പൊക്കോ.
അല്ലളിയ ഇത്രയും കാശ് മുടക്കി അടിച്ചതല്ലേ? ആ കാശിന്റെ ആയിരുന്നു നിങ്ങൾ നോക്കണ്ട, അതൊക്കെ അങ്ങ് പോട്ടെ. പിന്നെ ജംഗ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അവിടെ നിന്ന് കഴിച്ചേക്ക്. ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഭയങ്കര ആർഭാടമായി പോയില്ലേ. അതെ അതെ അതെ, കേശുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഒരു പരിപാടിയോട് നടക്കുന്നില്ല. അല്ല അളിയ നമ്മളെ അടിച്ചല്ലേ? എന്തടിച്ചത്? അല്ല ഫ്ലെക്സ്. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് നീയല്ലേ പറഞ്ഞേ. അങ്ങനെയല്ല. അല്ല, നിനക്ക് വിഷമമാണോ ഒരു കാര്യങ്ങളും ഇവിടെ വേണ്ടത്? അല്ലേ അമ്മ? അല്ലേ കണേ? ആ അതെ ഒരു മിനിറ്റ് അളിയ അളിയൊന്നു എന്തിന്? എന്താണ് ഒറ്റ മിനിറ്റ്. എന്താന്ന് എടാ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനേ നിന്റെ അളിയനായതിൽ അഭിമാനിക്കും. എടാ, മെമ്പർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇന്നത്തെ കാലത്തെ ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ തന്നെ വൈറലാവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കിടയിൽ നീ യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ചിട്ട് സിമ്പിൾ ആയിട്ടിരിക്കാൻ പറയാന്ന് പറഞ്ഞാ എടാ അത് കിടലല്ലേ. അളിയത് അങ്ങനല്ല. എങ്ങനല്ല? ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തന്നെ. ഏതൊക്കെ? ഇതൊക്കെ ഇതൊക്കെ ഇത് മാത്രല്ല, ചാനലുകാരെ വിളിപ്പിച്ചത്, ഫ്ലെക്സ് അടിപ്പിച്ചത് എല്ലാം ഞാൻ തന്നെ. പിന്നല്ലാതെ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സെക്കൻഡ് റാങ്ക് ഒക്കെ മേടിച്ചിട്ട് അത് യൂണിവേഴ്സിറ്റി തലത്തിൽ നാട്ടുകാരെ അറിയിച്ചില്ലെന്ന് പറഞ്ഞത് മോശമല്ലേ? നെയ്യാറ്റിൻകരയിൽ ഇപ്പൊ ഒരു 3 ഫ്ലെക്സ് പൊങ്ങിക്കാണും. പിറവത്ത് 4 ചെറുതായിട്ട് അറിയട്ടെന്ന് വിചാരിച്ച് ഷാർക്കിനേലും വിളിച്ചു പറഞ്ഞ്, കുഴിപ്പള്ളത്തും അളിയന്റെ അച്ഛനെയും അമ്മയും ഞാൻ വിളിച്ചു പറഞ്ഞു കുറച്ച് മുമ്പ്. അവിടെ ഇപ്പൊ 2 ഫ്ലെക്സ് പൊങ്ങിക്കാണ്. മധുരയിലും വിളിച്ചു പറഞ്ഞു, ചൊക്കലിംഗം മാമേ സെറ്റ്. പിന്നെ ആർഭാടം ഒന്നും താല്പര്യം പറഞ്ഞതോ? അതൊക്കെ നമ്മൾ അങ്ങനെ പറയും, അത് നമ്മുടെ ആക്ടിങ് സ്കില്ലല്ലേ. മനസ്സിലാവുന്നില്ലടാ. അങ്ങനെ ചെയ്യുമ്പോ അളിയും കൂടെ കട്ടക്ക് ഇരിക്കണ്ടേ, അങ്ങനെ നിക്കണം അല്ലേ? അണ്ടറിന്ന് കയറണം. ഇനി പിടിക്കാം. അപ്പൊ ഞാൻ മറ്റേ സാധനം ഇട്ടാ ഏതാ ഇത്? ഏത്? മുത്തേ മുത്തേ കേശു മുത്തേ, മുത്തേ മുത്തേ കേശു മുത്തേ, പാറമടയുടെ അഭിമാന മുത്തേ, പാറമടയുടെ അഭിമാന മുത്തേ, അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. ഒറ്റ സെക്കൻഡ്, ജംഗ്ഷനിൽ എവിടെ ഫ്ലെക്സ് വെച്ചേക്കുന്ന പറഞ്ഞേ? നട്ടുവിളി തന്നെ ഉണ്ട്. അവിടെ എത്ര? 2 എണ്ണോ? 2 2 വെച്ചിട്ടുള്ളോ? ഒരു എക്സ്ട്രാ 200 ഓർഡർ കൊടുത്തേക്ക്, കാശ് ഞാൻ ഇറക്കും. നമുക്കേ തൽക്കാലം ജംഗ്ഷനിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ഒന്ന് നോക്കിട്ട് വരാം. അയ്യേ മോനെ, അതൊക്കെ വേണോ? പിന്നെ അത് മസ്റ്റ് അല്ലേ? മെമ്പറെ കേറ്റി വിളിച്ചോ. മുത്തേ മുത്തേ കേശു മുത്തേ, മുത്തേ മുത്തേ കേശു മുത്തേ, മുത്തേ മുത്തേ കേശു മുത്തേ, മുത്തേ മുത്തേ കേശു മുത്തേ, പരമടയുടെ അഭിമാന മുത്തേ, പാറമടയുടെ അഭിമാന മുത്തേ, പരമടയുടെ അഭിമാന മുത്തേ, പാറമടയുടെ അഭിമാന മുത്തേ, അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ, 1000 അഭിവാദ്യങ്ങൾ, 1000 അഭിവാദ്യങ്ങൾ.